ഇപ്പൊ ലൈവില് നടന്നൊരു സംഭവമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ചൂടോടെ എത്തിക്കുന്നത്. അനീഷ് ആ കിച്ചന്റെ ഏരിയ കൂടെ ഉലാത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അക്ബർ അവിടെ പാത്രം കഴുകാനായിട്ട് കൂടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു വെസൽ ടീമിൽ നിന്നും നെവിൻ മാറിയതോടെ അക്ബറിന്റെ തലയിലായി ലോഡ് മൊത്തം. അപ്പൊ അക്ബർ അവിടെ നിന്ന് പാത്രം കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അനീഷ് അവിടെ കൂടെ നടക്കുന്നുണ്ട്. അക്ബർ വളരെ ലോ വോളിയത്തില് അനീഷിന്റെ മുഖത്ത് നോക്കി അനീഷിനോട് പറയാവുന്നതേ ഉള്ളൂ. അനീഷ് അവിടെ കൂടെ നടപ്പുണ്ട്. അനീഷിന്റെ മുഖത്ത് നോക്കി പറയാവുന്നതേ ഉള്ളൂ. പക്ഷെ അക്ബർ എന്ത് ചെയ്തു? അക്ബർ ഇത് പ്രേക്ഷകർ കേൾക്കുന്ന രീതിയിൽ വളരെ ലോ വോയിസിൽ പറയുന്നു, സെലക്റ്റീവ് അനീഷേട്ടൻ, സെലക്റ്റീവ് അനീഷേട്ടൻ, സെലക്റ്റീവ് അനീഷേട്ടൻ എന്ന് കുറെ തവണ പറയുന്നുണ്ട്. എന്നിട്ട് അനുമോളെ പറ്റി ഒരു ആരടി പാടുന്നുണ്ട്. ബിഗ് ബോസ് വീട്ടിലെ റാണിയാണ്, കള്ളത്തരം പറയുന്ന റാണിയാണെന്നോ ഇല്ലം മുടിപ്പിക്കുന്ന റാണിയാണെന്നോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ടൊരു പാട്ട്, ഒരു പാരഡി പാട്ടാണ്. കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അതായത് ഇതാണ് ഇപ്പോ ലൈവിൽ നടന്നത്. അനീഷ് അവിടെ തൊട്ടപ്പുറത്ത് നിൽപ്പുണ്ടായിരുന്നു. അക്ബറിന് പറയാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അക്ബർ എന്ത് ചെയ്തു? അക്ബർ ഇത് വളരെ ലോ വോളിയത്തിൽ പറയുന്നു. ഇതിനകത്ത് വിമർശനം അർഹിക്കുന്ന ഒരു കേസ് എന്താണെന്ന് ഞാൻ പറയാം. സെലക്റ്റീവ് ആണ്, സെലക്റ്റീവ് ആണെന്ന് അക്ബർ പറയുന്നുണ്ടല്ലോ. ഈ സെലക്റ്റീവ് അക്ബർ ആണെന്ന് പ്രേക്ഷകർ പറഞ്ഞ അക്ബർ എന്ത് ചെയ്യും? അല്ല, എനിക്ക് ചോദിക്കാനുള്ളത് അത് തന്നെയാണ്. ഇത്രയും ദിവസം അക്ബർ കളിച്ച ഗെയിമിൽ എന്താണ് ഈ സെലക്റ്റീവ് എന്നുള്ള ഈ ഒരു കാര്യം ഇല്ലായിരുന്നു. വളരെ സെലക്റ്റീവ് ആയിട്ടാണ് അക്ബർ ഗെയിം കളിച്ചത്. അക്ബറിന്റെ ഗെയിമിനെ പറ്റി തന്നെയാണ് ഇൻഫാക്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അനീഷ് എന്ത് സെലക്റ്റീവ് കളിച്ചെന്നാണ് പറയുന്നത്? ന്യായത്തിന്റെ പക്ഷത്ത് നിൽക്കുന്നതാണോ സെലക്റ്റീവ്? നമ്മളെല്ലാവരും ന്യായത്തിന്റെ പക്ഷത്ത് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. സത്യം എവിടെ കണ്ടാലും അത് നമ്മളെ കണ്ണിൽ അത് പെട്ടാൽ നമ്മളത് പറയാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. അതേ അനീഷ് ഇന്നും ചെയ്തിട്ടുള്ളൂ. അനുമോളുടെ പക്ഷത്ത് കുറച്ചുകൂടെ ഒരു ന്യായം ഉണ്ടായിരുന്നു. ഒറ്റയ്ക്ക് നിന്നിട്ടാണ് അത്രയും ഫുഡ് ഉണ്ടാക്കിയത്. സഹായിക്കാൻ പോലും പലരും അവിടെ വന്നിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് സെലക്റ്റീവ് എന്നുള്ള ചീത്തപ്പേര് അനീഷ് തന്നെ കേൾക്കണം പോലും. അതിനകത്തൊരു ന്യായവും ഇല്ല. അക്ബർ ഈ സെലക്റ്റീവ് സെലക്റ്റീവ് എന്ന് കുറെ തവണയായിട്ട് പറയുന്നുണ്ട്. എന്ത് സെലക്റ്റീവ് എന്ന് അനീഷ് തിരിച്ചു വെച്ച ഉത്തരവില്ല. താനും അവിടെ തീർന്നു, ഗെയിം അവിടെ തീർന്നു എന്നുള്ളതാണ്. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും